ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ഒരു ക്വിക്ക് അർജന്റ് മെസ്സേജാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. എന്തോ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇൻറ്റ്യൂഷൻ. ഓക്കെ, എനിക്ക് ഒരു നിങ്ങളുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കാൻ പോകുന്നത് എന്നൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾ അർജൻറ്റായിട്ട് നിങ്ങളെന്തോ അറിയാനുള്ള ഒരു മെസ്സേജാണ് ഇത്. നിങ്ങൾക്ക് എപ്പോൾ കേട്ടാലും റെസനേറ്റ് ആവും, ബട്ട് ഇതൊരു ലൈക്ക് ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു അർജൻറ്റ് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീലിംഗ് വരുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. New beginning, closure. Okay, very nice. And spirit guides. Okay, good luck. See, നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ലക്ക് വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ കാര്യം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ ഭാഗത്താണ്, ലക്ക് നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ അത് നടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ്. ബിക്കോസ് ലക്ക് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, ഭാഗ്യദേവത ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ മെയിൻ ആയിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ്. ആ ന്യൂ ബിഗിനിങ്, അതായത് ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളായിട്ടും നിങ്ങൾ കണക്കാക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചില സിറ്റുവേഷനിൽ ഒരു മാറ്റം എന്ന രീതിക്കായിരിക്കാം. അതിലൊരു പുതിയ രീതിയിൽ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ട് ഒരു പുതിയ രീതിയിൽ മാറുന്ന രീതിക്കായിരിക്കും ഇവിടെ കൂടുതലും എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ആക്ച്വലി ഇങ്ങനെയാണ് വെക്കേണ്ടത്. ബിക്കോസ് ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ചില കാര്യങ്ങൾ ഒരു നമ്മൾ പറയില്ല, മനസ്സിനൊരു സമാധാനം ഫീൽ ചെയ്യും. നിങ്ങൾ ഓക്കെ ഇന്ന കാര്യമായിരുന്നു അല്ലേ, ഓക്കെ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ മേ ബി എനിവേ ഞാൻ പറയാം, വേറെ എന്തെങ്കിലും ഇപ്പോൾ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടു വരേണ്ടി വന്നു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയി, റിലേഷൻഷിപ്സ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും, ഈവൻ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഓക്കെ നിങ്ങളോട് പെട്ടെന്ന് സംസാരിക്കാതെയായി, നിങ്ങളോട് മിണ്ടാതെയായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആരുടെ ഭാഗത്തു നിന്നായാലും അത് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്കൊരു വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന രീതിയിൽ ഓക്കെ അതിന് ഒരു ക്ലോഷർ നിങ്ങൾക്ക് കിട്ടും. ഈവൻ ഇപ്പോൾ റീസെൻറ്റ് സംഭവമായിരിക്കണം എന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എന്തെങ്കിലും കാര്യമായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ആ കാര്യത്തിനെ കുറിച്ച് ചിലപ്പോൾ ചിന്തകൾ കിടക്കുന്നുണ്ടാവും. എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, എന്തിനിങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ആ ഒരു കാര്യവും എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടും. അതായത് നമുക്ക് അതിനെ ഒന്ന് അടച്ചു വെക്കാൻ പറ്റും, ആ ബുക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഓക്കെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്ത് വിടാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ ഇതായിരുന്നു സംഭവിച്ചത്, ഇതുകൊണ്ട് ഇന്ന കാര്യം കൊണ്ടായിരുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ആ ക്ലോഷർ ശരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അതിനുശേഷം ചിലത് നിങ്ങൾ ഉപേക്ഷിച്ച് വിടുമായിരിക്കും. നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മനസ്സിൽ നിന്ന് ആ ടെൻഷൻ വിട്ട് കളയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ചാപ്റ്ററിനെ നമ്മൾ ക്ലോസ് ചെയ്ത് വിടുന്നതായിരിക്കാം. ചിലത് നമ്മൾ വിട്ട് മാറേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ചിലത് നമുക്ക് ഓക്കെ സാരില്ല, ഇനി സാരില്ല, സംഭവിച്ചു എന്ന രീതിക്കായിരിക്കാം. സോ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്ലോഷർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടും, ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അതാണ് ഏറ്റവും മെയിൻ കാര്യം ഇവിടെ. ആൻഡ് ആ കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കും. നിങ്ങൾക്ക് വേറെ നല്ല ബിഗിനിങ്ങുകളിന്, നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിട്ടാണ്. ബിക്കോസ് ഇവിടെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കും തോറും അത് നമ്മളെ ബോദർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഈവൻ നമ്മളത് ചിന്തിച്ചില്ലെങ്കിൽ പോലും അത് മനസ്സിൻ്റെ ബാക്കിൽ നമുക്ക് കിടക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ മനസ്സിൽ അത് കിടന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പല വഴികളും മുന്നോട്ട് ഓപ്പൺ ആവുന്നതിൽ മേ ബി ആ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ വീണ്ടും സംഭവിച്ചാലോ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. സോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് ഫ്രീഡം കിട്ടുന്ന പോലെയാണ്. നിങ്ങൾക്കൊരു എല്ലാം ആ ഒരു ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്ത് വിടാൻ പറ്റും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആൻഡ് ഇവിടെ ന്യൂ ബിഗിനിങ്, അതിനുശേഷം തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ ഓപ്പൺ ആവുന്നു എന്ന രീതിക്കാണ്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവുന്നു, നിങ്ങൾക്ക് വഴികൾ കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം എന്തെങ്കിലും പുതിയ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. ഓക്കെ, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന സ്പിരിറ്റ് ഗൈഡ്സ് ആണ് നിങ്ങളുടെ കൂടെ. ഏഞ്ചൽസ് ഉണ്ട്, യൂണിവേഴ്സ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവം നിങ്ങളിപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ. ദറ്റ് അത് നിങ്ങൾക്കൊരു മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ഓക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി സംഭവിക്കുന്നതാണ്. ആൻഡ് അത് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നതാണ്. സോ ഒരിക്കലും അത് നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നത് എന്നാണ്. ഓക്കെ, സോ വാട്ട് എവർ ഹാപ്പൻഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ചിലപ്പോൾ തിരിച്ചറിയാനായിരിക്കും ചില കാര്യങ്ങൾ ഞാൻ ചെയ്ത് എന്താണ് ഞാൻ മാറ്റേണ്ടത്, എന്നിൽ എന്താ മാറ്റേണ്ടത്, എൻ്റെ സിറ്റുവേഷൻ എന്താ ചേഞ്ച് വരുത്തേണ്ടത്, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്കത് ഒരു ചാപ്റ്റർ അടച്ചു വിടാൻ പറ്റും. ഒരു പുതിയ ചാപ്റ്റർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പുതിയ ചാപ്റ്റർ ഓപ്പൺ ആക്കാൻ പറ്റും നിങ്ങൾക്ക്. ആൻഡ് അതിന് നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് അസിസ്റ്റൻസ് ഉണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് അസിസ്റ്റൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ലക്ക് കൊണ്ട് വരുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ലക്ക്. ഓക്കെ, ആ സമയത്ത് ഒരു കാര്യം നിങ്ങളിവിടെ ചെയ്യാനുള്ളത് ഫോർഗിവ്നെസ്
യെസ്, ട്രൂത്ത് തന്നെയാണ്. എന്തോ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. എന്തോ ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ വരും. ആൻഡ് ആ സത്യം ചിലപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും നമ്മൾ ചില കാര്യങ്ങളുടെ ഒരു സത്യാവസ്ഥ തിരിച്ചറിയുന്നതായിരിക്കും, നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയും ആവാം. ഓക്കെ, സോ ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഹീലിംഗ് വരും നിങ്ങൾക്ക്. ബട്ട് ആ ഹീലിംഗ് വരണമെങ്കിൽ നിങ്ങൾ ഫോർഗീവ്നെസ് കൂടി കൊടുക്കണം. ബിക്കോസ് ആ പാസ്റ്റിനെ നിങ്ങൾ റിലീസ് ചെയ്ത് വിടണം നിങ്ങളുടെ മനസ്സിൽ നിന്ന്. അതിനെ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളെ വേദനിപ്പിച്ച കാര്യമാണെങ്കിൽ അതിനെ ഫോർഗീവ് ചെയ്ത് മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ഹീലിംഗ് അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഹീലിംഗ് വരും. ആൻഡ് നിങ്ങൾക്ക് ആ ന്യൂ ബിഗിനിങ്സിന് വഴിയൊരുങ്ങുന്നതായിട്ടാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെയിൻ പോയിന്റ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത്. വളരെ അർജന്റ് മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ മേ ബി നിങ്ങൾ പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം യൂണിവേഴ്സ് മേ ബി നിങ്ങളെ ഒന്ന് ഒരുക്കുന്ന പോലെയാണ്, നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതായിരിക്കാം. ബി ഓപ്പൺ ടു റിസീവ് അല്ലേ, ഇൻസൈഡ്. യെസ്, ഓക്കെ, ഡിലൈറ്റ് ആൻഡ് എൻലൈറ്റൻ. യെസ്, ഒരേ കാര്യമാണ് വരുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് ട്രൂത്ത് നിങ്ങളുടെ മുമ്പിൽ അറിയും, ചില കാര്യങ്ങളുടെ സത്യം നിങ്ങൾ അറിയും, ആൻഡ് അത് നിങ്ങൾക്ക് എൻലൈറ്റൻമെൻറ്റ് കൊണ്ടുവരും. വാവ്, മൈ ഗോഡ്. ഓക്കെ, സോ എത്ര കണക്ഷനാണ് നോക്കൂ. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്ന പോലെയാണ്, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലാണ്. ആൻഡ് അത് വളരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ആ കാര്യം നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഹെൽപ്പായിരിക്കും. നിങ്ങൾ സ്റ്റക്കായിരുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സഹായിക്കും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചിലത് റിലീസ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങൾക്കൊരു ഗ്രോത്ത് അപ്പോഴായിരിക്കും വരിക. നമ്മൾ ഇതുവരെ പുറകോട്ട് വലിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ, പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് ഇവിടെ ഇൻസൈറ്റ്. യെസ്, അഗൈൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഓൾറെഡി പറയുന്നുണ്ടാവും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ. അതുമാത്രമല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്വയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന രീതിക്കുമായിരിക്കും. ഡിലൈറ്റ്. യെസ്, എന്തായാലും ഓവറോൾ നിങ്ങൾക്ക് സന്തോഷമാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാണ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ഒരിക്കലും ഒരു വിഷമമല്ല. നിങ്ങൾ റിലീഫ് ഫീൽ ചെയ്യും, സമാധാനം ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ക്ലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഓക്കെ ഇനിയൊന്ന് അല്ലേ, ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, റിലാക്സേഷൻ. യെസ്, ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്ലിയർ യുവർ എനർജി, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ. അഗൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യും, നിങ്ങൾ വീണ്ടും ഒരു കുട്ടികളെ പോലെ ഫീൽ ചെയ്യും. നിങ്ങൾ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഐ തിങ്ക് ഒരു വളരെ ഒരു ജോയിയസ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് റിലീഫ്, ഒരു വീണ്ടും ഒരു നമ്മൾ പറയില്ലേ ജീവിതത്തോട് ഒരു കുഞ്ഞുങ്ങളെ പോലെ ഒരു അപ്രോച്ച്. ഓക്കെ, ഇന്നസെൻ്റ് ആയിട്ട് വീണ്ടും നിങ്ങൾക്കൊരു ബിഗിനിങ് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ആൻഡ് റിലാക്സേഷൻ. യെസ്, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സ് വളരെയധികം ഭാരങ്ങൾ ഒഴിഞ്ഞ പോലെ. ഓക്കെ, ഒരു ഞാനിപ്പോൾ പറഞ്ഞ ആ വാക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ഇങ്ങനെ നമ്മളെ ടൈറ്റായിട്ട് പിടിക്കാന്ന് പറയില്ല, അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക് പെട്ടെന്ന്. സോ യെസ്, അത് ഒഴിഞ്ഞു പോകും. ഓക്കെ, നിങ്ങൾ നെഞ്ച് ഇതുവരെ വേദനിച്ചിരുന്നു, നിങ്ങൾക്ക് മനസ്സ് ഹാർട്ട് പെയിൻ, ചെസ്റ്റ് പെയിൻ തോന്നി, അല്ലെങ്കിൽ വേദന ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, ബിക്കോസ് ഒരു നമ്മൾ പറയില്ല ചില സമയത്ത് അങ്ങനെയാണ്, ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നറിയില്ല, ഒരു ചെറിയൊരു പോയിന്റ് മതി ചിലപ്പോൾ നമുക്ക് എല്ലാം അങ്ങോട്ട് ക്ലിയർ ആവാൻ. ഓക്കെ, സോ ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ എനർജി എന്ന് ഇവിടെ ഉണ്ട്. സോ യെസ്, നിങ്ങൾ എനർജിയൊക്കെ ഒന്ന് ക്ലിയർ ആവും, നെഗറ്റിവിറ്റിയൊക്കെ ഒന്ന് മാറും. ഓക്കെ, എന്തായാലും റിലാക്സേഷൻ ഫീൽ ചെയ്യും നിങ്ങൾ. ഓക്കെ, ആൻഡ് ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് വളരെ ഒരു സന്തോഷം തോന്നും. ഓക്കെ, യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.